മരിച്ചുപോയവരാണെന്ന് സത്യമാണ്. മരിച്ചുപോയവർ എന്നല്ലവരെ കുറിച്ച് പറയുന്നത് കിതാബുകളിൽ അൽ അർവാഹുൽ മുഖദ്ദസ വിശുദ്ധാത്മാക്കൾ എന്നാണ്. വിശുദ്ധാത്മാക്കൾ മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യും. അത് നിങ്ങൾ ശിർക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വിശുദ്ധാത്മാക്കൾ ആത്മീയമായി ഇവിടെ ജീവിക്കുന്നുണ്ട്, ഭൗതിക കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സുന്നത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരെ, ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് എത്ര വേദനയോട് കൂടിയാണെന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? നിങ്ങളെ ഈ കൂട്ടം ആളുകൾ ക്ഷണിക്കുന്നത് തനിച്ച ശിർക്കിലേക്കാണ്. അല്ലാഹു അല്ലാത്തവരോടുള്ള ഈ തേട്ടം, ഇത് ശിർക്കാണ്, ഇത് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഖുർആനിലോ ഹദീസിലോ നിങ്ങൾക്ക് ഇതിന് ഒരു തെളിവും കണ്ടെത്താൻ സാധിക്കില്ല, ഒരു തെളിവുമില്ല. നിങ്ങൾ പറയുന്ന വെറും ന്യായങ്ങളല്ലാതെ. അതുകൊണ്ടാണ് എപ്പോൾ നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾ ഈ തേടിയതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയിട്ടുണ്ടോ? സഹാബികൾ തേടിയിട്ടുണ്ടോ? സലഫുകൾ, മുൻഗാമികളിൽപ്പെട്ട ഇമാമുമാർ തേടിയിട്ടുണ്ടോ? നിങ്ങൾ കൊണ്ടുവരൂ. എവിടെയാണ് ഈ പറഞ്ഞ നബിമാരോ ഈ പറഞ്ഞ അമ്പിയാക്കന്മാരോ സാലിഹീങ്ങളോ സഹാബികളോ ഒരിക്കലെങ്കിലും എൻ്റെ രോഗം മാറ്റി തരണേന്ന് റസൂലുള്ളാഹിനോട് പ്രാർത്ഥിച്ച, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ വിളിച്ചു തേടിയ ഒരു സംഭവം നിങ്ങൾ കാണിച്ചു തരൂ എന്ന് എത്ര കാലമായി ആളുകൾ ചോദിക്കുന്നു. എൻ്റെ ഒരു സംഭവം ഇല്ലാത്തത് ഒരൊറ്റ തെളിവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആവർത്തിച്ച് ഞാൻ പറയട്ടെ, ഇത് ശിർക്കാണ്, ഇസ്ലാമിൽ പുറത്തു പോകുന്ന കാര്യമാണ്. നിങ്ങൾ ഇതിൻ്റെ മേൽ ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കരുത്. അള്ളാഹു നിങ്ങളെ കാത്തുരക്ഷിക്കട്ടെ.